ഗ്രാമർ ചർച്ചാവേദിയുടെ 24ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചത് ടെൻസ്, അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ നോക്കിയത്. അതായത് റെഗുലർ വർക്ക്, റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഹാബിച്വൽ ആക്ഷൻസ്, സയന്റിഫിക് ട്രൂത്ത്, ഇതൊക്കെ എന്നും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എന്നും അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളും എന്നും നിലനിൽക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള വെർബുകൾ അല്ലെങ്കിൽ സെന്റൻസുകളാണ് പൊതുവെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ഫോം നമ്മൾ പറഞ്ഞതാണ്. ഈസ്, ആം, ആർ, ഹാവ്, ഹാസ്, പിന്നെ ഡു, ഡസ് ഫോമുകൾ. ഡു എന്നുള്ളതെല്ലാം പ്ലൂറൽ ഫോമാണ്, ഡസ് എല്ലാം സിംഗുലർ ഫോമാണ്. എളുപ്പവഴിക്ക് വെർബിന്റെ കൂടെ എസ് കണ്ടാൽ അതെല്ലാം സിംഗുലർ ആണെന്ന് ഓർമ്മിച്ചാൽ മതി. എക്സാമ്പിൾ ഈസ്, എസ് ഉണ്ട്, സിംഗുലർ. വാസ്, സിംഗുലർ, വാസ് പാസ്റ്റ് ആണ് എന്നാലും എസ് ഉണ്ട്, സിംഗുലർ. ഹാസ്, സിംഗുലർ. അങ്ങനെ അതുപോലെ റൈറ്റ്സ്, സിങ്സ്, ഇതെല്ലാം സിംഗുലർ ആണ്. ഇതെല്ലാമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിന്റെ ഫോം. ഇനി നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ വെർബിന്റെ ഫോമിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ടിന്യൂസിലെല്ലാം തന്നെ, എല്ലാ കണ്ടിന്യൂസ് ഫോമിലും, എന്ത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും അതിനകത്ത് ബിയുടെ ഒരു ഫോം നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഓർമ്മിക്കണേ, ബിയുടെ ഫോം നിർബന്ധമായിട്ടുണ്ടായിരിക്കും. പിന്നെ വെർബിന്റെ കൂടെ INGയും ഉണ്ടായിരിക്കും. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ആകട്ടെ, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, എന്ത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസോ എന്തോ ആയിക്കോട്ടെ, കണ്ടിന്യൂസ് എന്നുണ്ടെങ്കിൽ അതിൽ ബിയുടെ ഒരു ഫോം വേണം. ബിയുടെ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പരിശോധിച്ചതാണ്. ഏതൊക്കെയാ ബിയുടെ ഫോം? ഈസ്, ആം, ആർ, വാസ്, വെയർ. അതിൽ പ്രസന്റ് ഈസ്, ആം, ആർ. പിന്നെ ബിയുടെ ഫോം ഏതൊക്കെയാ? ബി എന്ന് മാത്രം പറയുന്നത് ബിയുടെ ഫോം തന്നെ, ബി തന്നെയാണത്. ബീൻ അല്ലേ, പിന്നെ ബീയിങ് അല്ലേ, ബീയിങ് എന്നുള്ള ING ഉണ്ട്. വെർബിന്റെ കണ്ടിന്യൂസ് ഫോമിലൊക്കെ വരാവുന്ന ഒരു ചാൻസ് അതിനകത്തുണ്ട്. വെർബിന്റെ എല്ലാം തന്നെ ING ഫോമുകളെല്ലാം തന്നെയും വെർബ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ കണ്ടിന്യൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർമ്മിക്കേണ്ടത് ബിയുടെ ഒരു ഫോം വേണം, വെർബിന്റെ ING ഫോം വേണം. ഇനി ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? സയന്റിഫിക് ട്രൂത്ത് അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെയും അതിനകത്ത് വരില്ല. അതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രം, ഇപ്പോൾ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും, ദ ആക്ഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. അപ്പൊ ആക്ഷൻ ഇൻ പ്രോഗ്രസ്, പ്രോഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാറുണ്ട്, പ്രസന്റ് പ്രോഗ്രസീവ് എന്നും പറയാറുണ്ട്. കാരണം ഇപ്പോഴും പ്രോഗ്രസീവ് ആണല്ലോ അത്, അതുകൊണ്ട്. അപ്പൊ അതിൽ വെർബിന്റെ ഫോമുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ബിയുടെ ഫോം ഒരെണ്ണം വേണം, പ്ലസ് ING ഫോം. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റിൽ ഏതൊക്കെയാ? ഈസ്, ആം, ആർ, ഇത് മൂന്നും വേണം, പ്ലസ് ബിയുടെ ING ഫോം വേണം. ഈസ് ഗോയിങ് അല്ലെ, ആം ഗോയിങ്, ആർ ഗോയിങ് അല്ലെങ്കിൽ ഈസ് റൈറ്റിംഗ്, ഇതെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ഫോമാണ്. അത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. വേറെ ഒരു സന്ദർഭവും ഇല്ലാതെ പ്രസന്റ് കണ്ടിന്യൂസ് ഈസിയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണോ എങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ്. ഐ ഓൾവേസ് ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്, ബട്ട് ടുഡേ ഐ ആം ഡ്രിങ്കിങ് കോഫി. അല്ലെങ്കിൽ ബട്ട് നൗ, ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ അത് നോക്കൂ, അവിടെ നോക്കൂ, ലുക്ക് ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ലുക്ക്, കണ്ടോ, നോക്കൂ എന്ന് പറയും, ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു സൂചന അതിനകത്ത് ഉണ്ടായിരിക്കും. ലുക്ക്, ലിസൺ, ഷീ ഈസ് സിംഗിങ്. ലിസൺ എന്ന് പറയുമ്പോൾ പറയാ ഈ പ്രസന്റിലെ കാര്യമാണ് പറയുന്നത്. പ്രസന്റിലാണ്, ഇപ്പോൾ നടക്കുന്ന കാര്യം, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നൊരു ഇൻഡിക്കേഷൻ അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോമാണ്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും
വിരുദ്ധമായി ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ്, കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴേ പ്രോഗ്രസിങ് ആണ്, അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കും. ഐ ആം സ്റ്റഡിയിങ് ഇൻ 7th സ്റ്റാൻഡേർഡ്. എന്തുകൊണ്ട് ഐ സ്റ്റഡി ഇൻ 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നില്ല? കാരണം ഞാൻ സ്ഥിരമായിട്ട് കുറച്ചു കാലം 6th അത് കഴിഞ്ഞ് ഇപ്പൊ 7th ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ 8th അതുകൊണ്ട് അത് പെർപ്പച്വൽ ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ആക്ഷൻ അല്ല, ഒരു ഹാബിച്വൽ ആക്ഷൻ അല്ല. അതുകൊണ്ട് ഞാൻ പറയും ഐ ആം സ്റ്റഡിയിങ്. ഇപ്പോൾ ഞാൻ വായിക്കുന്നു, ഐ ആം റീഡിങ് എ നോവൽ. ഞാനൊരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് ഇപ്പോൾ ഞാൻ ഈ അവതരിപ്പിക്കുന്ന ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത നോവൽ വായിച്ച് കണ്ടിന്യൂ ചെയ്യണം. അത് തീർത്തിട്ടില്ല, കണ്ടിന്യൂഷൻ ആണ്, പ്രോഗ്രസിങ് ആണ്. അതുകൊണ്ട് അവിടെയും നമ്മൾ ബി പ്ലസ് വെർബ് പ്ലസ് ing ഫോം ചേർത്ത് വേണം പറയാം ഐ ആം റീഡിങ് എ നോവൽ. ഇപ്പോൾ ഞാൻ അതല്ല ചെയ്യുന്നത്, അല്ലെ? ഇപ്പോൾ ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ അത് പ്രോഗ്രസ്സിലാണ്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രോഗ്രസിങ് ആയിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യവും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും. പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ നമ്മൾ എഴുതാൻ പാടുള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിന്റെ അറിയാലോ, ബി പ്ലസ് വെർബ് പ്ലസ് ing. യൂഷ്വലി ഐ ഗോ ടു ടെമ്പിൾ എവറി ഫ്രൈഡേ. എല്ലാ ഫ്രൈഡേയും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. അല്ലെങ്കിൽ ഐ നെവർ ഗോ ടു എ ടെമ്പിൾ. ഞാൻ ഒരിക്കലും ടെമ്പിൾ പോകുന്നില്ല. അതെന്താണ്? അത് സിമ്പിൾ പ്രസന്റ് ആണ്. നൗ ഐ ആം ഗോയിങ് ടു എ ടെമ്പിൾ. ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. പിന്നെ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിന് ഒരു പ്രത്യേകതയുണ്ട്. നിയറസ്റ്റ് ഫ്യൂച്ചർ, ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തീർച്ചയായിട്ടും അക്കാര്യം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അടുത്ത ഷോർട്ട് പീരീഡിൽ അക്കാര്യം ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്ന് ഉറപ്പുള്ള കാര്യവും നമുക്ക് എന്ത് പറയാം? ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. ദിസ് ഈവനിങ് ഐ ആം ഗോയിങ് ടു എ ഫിലിം. ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം, ഫ്യൂച്ചറാണ്. ഐ ആം ഗോയിങ് ടു എ ഫിലിം ഓർ ഐ ആം ഗോയിങ് ടു സീ എ ഫിലിം. ഐ ആം ഗോയിങ് ടു സീ എ ഫിലിം. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം പൊക്കോണ്ടിരിക്കുകയാണെന്നല്ല അർത്ഥം. അവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇന്ന് വൈകുന്നേരത്തുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് സന്ദർഭങ്ങളിലാണ് ഏത് ഉപയോഗിക്കുന്നത്? ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഒന്ന്, ഇപ്പോൾ പ്രോഗ്രസിങ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ട്, നിയറസ്റ്റ് ഫ്യൂച്ചറിൽ ചെയ്യപ്പെടും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, സിമ്പിൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കാറുണ്ട്. ഇത്രയുമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇത്തരം സെന്റൻസുകൾ സ്വന്തമായിട്ട് നമ്മൾ എഴുതി നോക്കുക. അതായത് റെഗുലർ ആയിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതുക. അതിനുശേഷം തന്നെ തുടർന്ന് തന്നെ പ്രസന്റ് കണ്ടിന്യൂസിൽ ഒരു ടെൻസ് എഴുതുക. ഇങ്ങനെ ഒരു 5-6 എഴുതി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും എന്താണ് ഈ പ്രസന്റ് സിമ്പിളിന്റെയും പ്രസന്റ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിന്റെയും യൂസേജ് എന്താണെന്നുള്ള ഐഡിയ കിട്ടും. ഒരു പ്രയാസവും ഇല്ലാത്ത ടെൻസസ് ആണ് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് പ്രോഗ്രസീവ്. അടുത്ത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പെർഫെക്റ്റ് കണ്ടിന്യൂസുമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് 25ാമത്തെ എപ്പിസോഡിൽ പരിശോധിക്കാം. താങ്ക് യു.